ഹലോ ജുറേജ് ഹിയർ. ചാറ്റ് ജി പി ടി ഈ ഒരു ചാറ്റ് ജി പി ടിയെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. എന്താ ഈ ചാറ്റ് ജി പി ടി? പലർക്കും അറിയാവുന്ന കാര്യമാണ് എന്താണ് ചാറ്റ് ജി പി ടി എന്നുള്ളത്. ഒരു ചാറ്റ് ബോട്ടാണ് ചാറ്റ് ജി പി ടി. ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ചാറ്റ് ബോട്ടാണ് ചാറ്റ് ജി പി ടി. അതല്ലെങ്കിൽ ഒരു പ്രത്യേകതരം ലാംഗ്വേജ് ആണ് ചാറ്റ് ജി പി ടി എന്നുള്ളത്. സോ ചാറ്റ് ജി പി ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ എ ഐ എന്നുള്ള കമ്പനിയാണ്. ചാറ്റ് ജി പി ടി കൊണ്ട് എന്തെല്ലാം ഉപകാരങ്ങളാണ് നമുക്കുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഒരു സ്കൂൾ സ്റ്റുഡൻറ്റ് ഒരു ദിവസം ലീവായി. അപ്പോൾ പിറ്റേ ദിവസം ക്ലാസ്സിൽ പോകുന്ന സമയത്ത് എന്ത് വേണം? ഒരു ലെറ്റർ വേണം, ലീവ് ലെറ്റർ വേണം. അപ്പോൾ ഈ കുട്ടി പറയുകയാണ് ചാറ്റ് ജി പി ടിയോട്, ചാറ്റ് ജി പി ടി എനിക്കൊരു ലെറ്റർ എഴുതി തരുമെന്ന്. ഓക്കെ, അപ്പോൾ ചാറ്റ് ജി പി ടിയോട് പ്ലീസ് റൈറ്റ് എ ലെറ്റർ ഫോർ മീ അല്ലെങ്കിൽ പ്ലീസ് റൈറ്റ് എ ലീവ് ലെറ്റർ ഫോർ മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് ചാറ്റ് ജി പി ടി നമുക്ക് ലീവ് ലെറ്റർ റെഡിയാക്കി തരും. ഓക്കെ, സോ ഒരു ദിവസം ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് കുറച്ച് ഡാറ്റ അനലൈസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഡാറ്റ അനലൈസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പല ഫോർമുലാസും അറിയില്ല. സോ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കുറച്ച് ഫോർമുലാസ് ഉണ്ട്. ആ ഫോർമുലാസ് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ചാറ്റ് ജി പി ടിയോട് ചോദിച്ചു, എനിക്ക് ഇന്ന റിസൾട്ട് വേണം, ചാറ്റ് ജി പി ടിയെ നിനക്ക് ഫോർമുല പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വിത്തിൻ മിനിറ്റ്സ് ചാറ്റ് ജി പി ടി എനിക്ക് ഫോർമുല തന്നു. ആ ഫോർമുല ഞാൻ അപ്ലൈ ചെയ്തു, എനിക്ക് റിസൾട്ട് കിട്ടി. സോ എക്സൽ പ്ലസ് ചാറ്റ് ജി പി ടി നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ വെൽക്കം ടു ദ വീഡിയോ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഫോർമുല അറിയില്ല, പക്ഷേ എന്താണ് റിസൾട്ട് വേണ്ടത് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ചാറ്റ് ജി പി ടിയോട് ചോദിച്ചാൽ അതിനുള്ള റിസൾട്ട് ചാറ്റ് ജി പി ടി തരുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ചാറ്റ് ജി പി ടി ഓപ്പൺ ചെയ്യുക. അതിൽ ന്യൂ ചാറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ ഈ ഒരു വിൻഡോയിൽ സെൻഡ് എ മെസ്സേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ പോയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ചോദ്യങ്ങൾ അവിടെ ചോദിക്കാം. എൻ്റെ ഫസ്റ്റ് ഷീറ്റിൽ തന്നെ ഒരു കമ്പനിയുടെ ഏപ്രിൽ മുതൽ മാർച്ച് മാസം വരെയുള്ള സെയിൽസിൻ്റെ ഡാറ്റയാണുള്ളത്. ഓക്കെ, ഈ സെയിൽസിൻ്റെ ടോട്ടൽ എമൗണ്ട് എനിക്ക് ലഭിക്കണം. വളരെ സിമ്പിളായിട്ടുള്ള ഫോർമുലയാണ്, എല്ലാവർക്കും അറിയാവുന്ന ഫോർമുലയാണ്. എന്നാലും നമുക്ക് ചാറ്റ് ജി പി ടിയോട് ചോദിക്കാം എങ്ങനെ ഈ ഒരു ഫോർമുല നമുക്ക് ലഭിക്കുമെന്നുള്ളത്. ഓക്കെ, ഇതിൽ നമ്മൾ പറയുന്നത് ഐ ഹാവ് മന്ത് വൈസ് സെയിൽസ് ഇൻ സെൽ B2 to B13. How can I get total sales in B14? ഇങ്ങനെ അടിച്ചു കൊടുത്താൽ ഓക്കെ, അത് ചാറ്റ് ജി പി ടി പറയും സെൽ B14 നമുക്ക് ആ ഒരു ടോട്ടൽ കിട്ടണമെങ്കിൽ ഈ ഫോർമുല നിങ്ങൾ കൊടുത്താൽ മതി എന്ന് പറയും. ആ ഫോർമുല നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ടോട്ടൽ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി രണ്ടാമത്തെ ഷീറ്റിൽ ഒരു കമ്പനിയുടെ സെയിൽസ് ഉണ്ട്, അതേപോലെ തന്നെ എക്സ്പെൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ലഭിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ പ്രോഫിറ്റ് ആണ് ലഭിക്കേണ്ടത്. ഈ പ്രോഫിറ്റ് കിട്ടാൻ സ്വാഭാവികമായിട്ടും സെയിൽസ് മൈനസ് എക്സ്പെൻസ് ആണ് വേണ്ടത്. അപ്പോൾ അത് കിട്ടാൻ എന്ത് ഫോർമുല നമുക്ക് കൊടുക്കാമെന്നുള്ളത് ചാറ്റ് ജി പി ടിയോട് ചോദിക്കാം. ഓക്കെ, ഇൻ എക്സൽ I have sales in B2, expenses in A5 to A11 and corresponding amount in B5 to B11. Please help me to compute profit. നോക്കാം ഇത് ശരിയായ ഉത്തരം തരുമോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്നത്, ചാറ്റ് ജി പി ടി പറയുന്നത് ഈ ഫോർമുല എന്ത് ചെയ്യുക, എൻട്രി ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളതാണ്. നമുക്ക് B14 ആ ഫോർമുല എൻട്രി ചെയ്ത് കൊടുക്കാം. യെസ്, ഇത് മൈനസ് സെയിൽസ് മൈനസ് എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു 14,14,000. അതാണ് ശരിക്കുമുള്ള പ്രോഫിറ്റ്. ഇനി മൂന്നാമത്തെ ഷീറ്റിൽ, ഷീറ്റ് 4 എന്നാണ് ഇതിൽ നെയിം കൊടുത്തിട്ടുള്ളത്. ഈ ഷീറ്റിൽ നമുക്ക് ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉണ്ട്, അതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ട്, യൂണിറ്റ് പ്രൈസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഓക്കെ, ഈ പ്രൊഡക്റ്റുകളിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ എത്ര ക്വാണ്ടിറ്റി സെൽ ചെയ്തു, അതേപോലെ തന്നെ അതിൻ്റെ ടോട്ടൽ സെയിൽ വാല്യൂ എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്.
അതിന് എന്ത് ഫോർമുലയാണ് ചാറ്റ് ജി പി ടി തരുന്നത് എന്ന് നോക്കാം. നമുക്ക് ആദ്യം അതിൻ്റെ പ്രോംപ്റ്റ് എഴുതാം. ഐ ഹാവ് പ്രോഡക്റ്റ് നെയിംസ് ഇൻ A2 to A7. Okay. Quantity sold in B2 to B7. Price per unit in C2 to C7. If I enter name, product name in E2, I need to get എന്താ വേണ്ടത്, quantity sold in F2, that is E2ൽ നമ്മൾ പ്രൊഡക്റ്റിന് നെയിം എഴുതിയാൽ ക്വാണ്ടിറ്റി സോൾഡ് F2ൽ വേണം, ടോട്ടൽ സെയിൽ വാല്യൂ G2ൽ വേണം. ഓക്കെ, F2 ആൻഡ് total amount of sales in G2. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നത് പി ലുക്കപ്പ് ഫംഗ്ഷനാണ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പറയുന്നു. അപ്പോൾ രണ്ട് വി ലുക്കപ്പ് ഫംഗ്ഷൻ അവിടെ അവർ പറയുന്നുണ്ട്. നമുക്ക് രണ്ടും എന്ത് ചെയ്യാം, അതിലേക്ക് പേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റിൽ പറയുന്നത് F2 എന്നുള്ള ഇൻ സെൽ F2 എൻ്റർ ദ ഫോളോയിങ് ഫോർമുല. ഓക്കെ, നമുക്ക് എൻ്റർ ചെയ്യാം. F2ൽ നമ്മൾ ഈ ഫോർമുല എൻ്റർ ചെയ്തു. ഇവിടെ E1 ആണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്, E2ലാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ നെയിം ഉള്ളത്. ഓക്കെ, അപ്പോൾ ചില മിസ്റ്റേക്സുകളൊക്കെ ഉണ്ടാവും, അത് നമ്മൾ എന്ത് ചെയ്യണം, നോക്കിയിട്ട് കറക്റ്റ് ചെയ്യണം. സോ ഇവിടെ എന്ത് ചെയ്തു, നമ്മൾ E2 കൊടുത്തു. E2ലുള്ള പ്രൊഡക്റ്റിൻ്റെ നെയിമാണ്, E2ലുള്ള പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ക്വാണ്ടിറ്റി ഇത്രയും റേഞ്ചിലുള്ള വാല്യൂവിൽ നിന്ന് ക്വാണ്ടിറ്റി അവരെന്ത് ചെയ്തു, ചൂസ് ചെയ്തിട്ട് ഇവിടെ റിസൾട്ട് തന്നു. ഇനി അതേപോലെ തന്നെ വി ലുക്കപ്പ്, ഈ ഫോർമുല നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫോർമുല ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഇവിടെയും E1 പകരം E2 ആണ് വേണ്ടത്. ഓക്കെ, E2 ആണ് വേണ്ടത്. ഇത് കിട്ടി, 30,000 കിട്ടി. ഓക്കെ, ദാറ്റ് മീൻസ് മൈദ എന്നുള്ള പ്രോഡക്റ്റ് 250 ക്വാണ്ടിറ്റിയാണ് സെല് ചെയ്തത്. അപ്പോൾ 250 മൾട്ടിപ്ലൈഡ് ബൈ 120, ദാറ്റ് ഈസ് 30,000. ഇനി നമുക്ക് ഐസ് ആക്കാം. ഐസ് ആക്കി കഴിഞ്ഞാൽ 540 യൂണിറ്റ്സ് സെല് ചെയ്തു. 540 × 250 ഈസ് ഈക്വൽ ടു 1,35,000. നമുക്ക് പെൻസിൽ നോക്കാം. ഓക്കെ, പെൻസിൽ 220, 66,000. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് അറിയാത്ത ഫോർമുലാസ് വരെ നമുക്ക് എന്ത് ചെയ്തു തരും, ചാറ്റ് ജി പി ടി സിമ്പിളായിട്ട് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. സോ ഇത് മാക്സിമം ഉപയോഗപ്പെടുത്താം. നമ്മുടെ വർക്ക് എത്രയോ ഹവേഴ്സ് ഓഫ് എഫേർട്സ് നമുക്ക് ഇതുവഴി കുറക്കാൻ പറ്റുന്നതാണ്. സോ വീഡിയോ ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. Thank you so much for watching. Please consider subscribing my channel. Thank you so much. Bye bye.